പൂരി മസാല കഴിച്ചപ്പോൾ ഞാൻ വിചാരിച്ചാണ് ഇന്ന് ഉച്ചയ്ക്ക് ആര്യാസിൽ പോയിട്ട് ഊണ് പാസ്സാക്കണം എന്നുള്ളത്. തലേന്ന് അവിടെ ഊണ് കഴിച്ചപ്പോൾ ഞാൻ വിചാരിച്ച എന്തായാലും ഇവിടെ ഒരു വീഡിയോ എടുക്കണം എന്നുള്ളത്. നമ്മുടെ കലൂര് കത്രിക്കട വെള്ള ആര്യാസിൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ പ്ലാൻ ചെയ്ത് തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ പോയിരുന്നു. ഇല വന്ന് വിരിച്ചിട്ടു. അങ്ങനെ ചമ്മന്തി വന്നു, പപ്പടം വന്നു, പായസവും കട്ടത്തൈരും വന്നു, കോവയ്ക്ക മെഴുക്കുവരട്ടി വന്നു, വഴുതനങ്ങ കൊണ്ട് എന്തോ ഒരു സംബന്ധം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവിയൽ വന്നു, ചോറ് വന്നു, പരിപ്പ് വന്നു. വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് സാമ്പാർ ഞാൻ ആദ്യമേ കോരി ഒഴിപ്പിച്ചു. ഇതെല്ലാം കൂടെ കൂട്ടി അമ്മേ ഇതെല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിക്കണം. ഈ അമ്മോനെ എനിക്ക് അമ്മയെ മിസ് ചെയ്യാത്തൊരു സംഭവം കഴിച്ചത് എനിക്ക് ആ ഒരു ഫീല് വന്നു. ആ ചമ്മന്തിക്ക് എൻ്റെ ടേസ്റ്റ് അറിയാമോ? അൺലിമിറ്റഡ് ആണെന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് തന്നെ ഞങ്ങൾ 2 വട്ടം പായസം വാങ്ങി. ആ കടക്കാരനെ വിചാരിച്ച് കാണും ദൈവമേ നിങ്ങൾ മുടിപ്പിക്കാൻ വന്നതാണോ എന്ന്. പപ്പടം കൂട്ടി കുഴച്ചൊരു കഴിപ്പ്. ഇവിടെ പലതരം പായസം ഉണ്ട് കേട്ടോ. ഡെയിലി ഓരോരോ പായസമാണ്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ നിന്ന് പരിപ്പും ശർക്കര ഇട്ട് പായസമായിരുന്നു. ലാസ്റ്റ് ഈ കട്ടത്തൈരിനകത്ത് കുറച്ച് ഉപ്പും ഇട്ട് പുരട്ടി തിന്നുമ്പോൾ ഞാനതിൽ വേറെ സന്തോഷം കണ്ടെത്തിയിരുന്നു. എല്ലാം കഴിയുമ്പോഴത്തേക്ക് പിന്നെ കേസരി തുടങ്ങി എല്ലാം ഉണ്ട്. മനസ്സിനും കഴിക്കും കൺട്രോൾ തരണേ ദേവി എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് നടന്നു.